അമിതമായ ചൂടാണിപ്പോൾ. അപ്പോൾ ചൂട് കാലം വരുമ്പോൾ എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്, തണുപ്പ്. അപ്പം ഒരുപാട് പേര് എൻ്റെ മുൻപിൽ വരുമ്പോൾ അവർ പറയാറുണ്ട്, മാം ഒരുപാട് ചൂടായിരുന്നു, അപ്പോൾ ചൂട് കൊണ്ട് സഹിക്കാൻ പറ്റാതെ എന്നും നമ്മൾ ധാരാളം തണുത്ത വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ തണുപ്പ് ഒരുപാട് കാംക്ഷിക്കാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇത് സമൂഹത്തിൽ ഒരു വലിയ ധാരണ വ്യത്യാസം ഉണ്ട് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട്. ചൂട് കാലമാകുമ്പോൾ തണുത്ത വെള്ളം കുടിക്കാമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. അപ്പം ഞാൻ ചൂട് കാലമാണ്, നിങ്ങൾ തണുത്തതാണോ കുടിച്ചതെന്ന് ചോദിക്കുമ്പോൾ ചൂട് കാലമല്ലേ മേഡം, തണുത്തല്ലേ കുടിക്കാൻ പറ്റൂ എന്നാണ് പൊതുജനങ്ങളുടെ ഒരു അഭിപ്രായം. ഇതിൻ്റെ ഒരു വാസ്തവം നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നമ്മൾ ചെറു ചൂടുവെള്ളം കൊണ്ട് നമ്മുടെ മുഖം കഴുകുമ്പോൾ നമുക്കറിയാം നമ്മുടെ മുഖത്തെ സുഷിരങ്ങൾ തുറക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ക്ലീൻ ആവാനൊക്കെ അത് സഹായിക്കും. എന്നാൽ തണുത്ത വെള്ളം കൊണ്ട് കഴുകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സുഷിരങ്ങൾ, നമ്മുടെ മുഖത്തിൻ്റെ സുഷിരങ്ങൾ അടയുകയാണ്. ഈ ഒരു യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതേപോലെ തന്നെയാണ് നമ്മളുടെ ശരീരത്തിനകത്തും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ചൂട് സമയത്ത് ഇത്രയും താപനില വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന സമയത്ത് നമ്മളുടെ ആന്തരിക താപത്തിനെ മാത്രം ശാന്തത തേടി നമ്മൾ തണുത്ത വെള്ളം കുടിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ താപനില ഒന്ന് നിയന്ത്രിക്കപ്പെടുന്നു. പക്ഷേ നിങ്ങളുടെ ദഹന വ്യവസ്ഥയുടെ ഗതി വളരെ മോശമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം നമ്മുടെ രക്തക്കുഴലുകൾക്ക് ശരിയായ രീതിയിലുള്ള ഒരു രക്തോട്ടം ലഭിക്കാനും ആ ഒരു രക്തക്കുഴലിൻ്റെ ആ ഒരു സങ്കോചാവസ്ഥ ഒഴിവാക്കാനൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് ഇളം ചൂടുവെള്ളമാണ്. അപ്പം നമ്മളെല്ലാവരും പഴഞ്ചൊല്ല് പണ്ടേ കേട്ടിട്ടുള്ളതാണ്, ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്ന്. അതെന്തുകൊണ്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ, ചൂട് സമയത്ത് ഇളം ചൂടുവെള്ളം കുടിച്ച് നമുക്കുണ്ടാവുന്ന ദാഹശമനം ഒരിക്കലും ഒരു തണുത്ത്, അതായത് ഫ്രിഡ്ജിൽ വെച്ച വെള്ളമോ അല്ലെങ്കിൽ ഐസ് ഇട്ട വെള്ളമോ നമുക്ക് തരില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഈ ഒരു സമയത്ത് പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നൊരു സമയം കൂടിയാണ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം തന്നെ നമുക്കറിയാം, മലിനമായ ജലവും ഭക്ഷണവും ഒക്കെയാണ് അതിൻ്റെ ഒരു മുഖ്യ കാരണം. അപ്പം ഒരിക്കലും ഒരു പച്ചവെള്ളമോ അല്ലെങ്കിൽ ഒരു അമിതമായി തണുത്ത വെള്ളമോ കുടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ ശക്തി കുറയുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ തണുത്ത്, അതായത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളമോ ഐസ് ചേർത്ത സാധനങ്ങളോ കഴിക്കാതിരിക്കുക. കാരണം അങ്ങനെ കഴിച്ചാൽ നിങ്ങളുടെ പ്രതിരോധശക്തി കുറയുകയും നിങ്ങൾക്ക് കഫജന്യമായ രോഗങ്ങൾ കൂടുതൽ വരാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ഇതേപോലെ തന്നെ ദഹന വ്യവസ്ഥയെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ പണ്ടുള്ളവർ പറയും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ് ഒരു അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ ചെറു ചൂടുവെള്ളം കുടിക്കാൻ പറയും. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ ദഹനത്തിൻ്റെ ആ ഒരു പ്രവർത്തനം കൃത്യമായി നടക്കാൻ, അതൊന്ന് കൃത്യസമയത്ത് കഴിയാനുമാണ് ഇത് പറയുന്നത്. ആ ദഹനം കൃത്യമായി നടക്കണമെങ്കിൽ നമ്മൾക്ക് ചെറു ചൂടുവെള്ളം അതിനൊരു മെയിൻ ഒരു ഫാക്ടറായിട്ട് നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ്. അതേസമയം തണുത്ത വെള്ളമാണ് നിങ്ങൾ കുടിക്കുന്നതെങ്കിൽ ഇത് കൂടുതൽ സമയമെടുത്ത് ഈ ഭക്ഷണം ദഹിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇത് പലപ്പോഴും പലതരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാവും. അതായത് ഹൃദയാഘാതം പോലത്തെ രോഗങ്ങൾക്ക് കാരണമാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ സമയത്ത് എന്ത് കുടിക്കാം എന്നെല്ലാവർക്കും ചോദ്യം വരും. എല്ലാവർക്കും ചൂട് ഇഷ്ടപ്പെടുന്നവരല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ, അതായത് ഒരു നോർമൽ ടെമ്പറേച്ചറിലിരിക്കുന്ന വെള്ളം നിങ്ങൾക്ക് കുടിക്കാം. അതായത് തിളപ്പിച്ച് ആറിയതിന് ശേഷമുള്ള വെള്ളമോ അല്ലെങ്കിൽ മൺപാത്രങ്ങളിൽ സൂക്ഷിക്കുന്ന വെള്ളമോ സംഭാരമോ ഒക്കെ നിങ്ങൾക്ക് ഈ സമയത്ത് ശീലിക്കാവുന്നതാണ്. പക്ഷെ ഒരു കാരണവശാലും അതിൽ ഐസ് ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണ് നിങ്ങൾക്ക് കഫജന്യമായിട്ടുള്ള രോഗങ്ങൾ, ശ്വാസമുട്ടൽ ഇതൊക്കെ വർദ്ധിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾ ശീലിക്കേണ്ടത്, നിങ്ങൾക്ക് ഫ്രൂട്ട് ജ്യൂസസ് കുടിക്കാം. അപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ തന്നെ നിങ്ങൾ അധികം അതിനെ തണുപ്പിക്കാതെ ഫ്രഷായിട്ട് തന്നെ അടിച്ചു കുടിക്കാനായിട്ട് ശ്രമിക്കുക. കരിക്ക് വെള്ളം കുടിക്കാം, കരിമ്പിൻ ചാറ് കുടിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൺപാത്രങ്ങളിൽ സൂക്ഷിക്കുന്ന വെള്ളം കുടിക്കാം. നോർമൽ ടെമ്പറേച്ചറിൽ തിളപ്പിച്ചാറിയിരിക്കുന്ന വെള്ളം കുടിക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ഈ സമയത്ത് ശീലിക്കേണ്ടത്. ഒരു കാരണവശാലും തണുത്തത് കൊടുക്കുക. ഈവൻ കുട്ടികളിൽ പോലും ഈ ഒരു തണുപ്പിനെ കൂടുതൽ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കുക. അത് പലപ്പോഴും കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ആണെങ്കിലും പ്രതിരോധ ശേഷിയെ ഒരുപാട് ബാധിക്കും എന്നുള്ളൊരു യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക.